Here we discuss about promissory note. What is promissory note? Section 4 of the Negotiable Instrument Act 1881 defines a promissory note is an instrument in writing, not being a bank note or a currency note, containing an unconditional undertaking signed by the maker to pay a certain sum of money to or to the order of a certain person or to the bearer of the instrument. അപ്പോൾ എന്താണ് പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 4 ആണ്. എന്താണ് പ്രോമിസറി നോട്ട് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഒരു റിട്ടൺ ഫോർമാറ്റിലായിരിക്കും. റൈറ്റിംഗ് ആണ്, റിട്ടൺ ഫോർമാറ്റിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം ഒരു ബാങ്ക് നോട്ട് അല്ലെങ്കിൽ ഒരു കറൻസി നോട്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് നമ്മുടെ ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ ഒന്നുമല്ല. പ്രോമിസറി നോട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ്. എന്താണ് അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള അണ്ടർടേക്കിംഗ്, ഒരു കണ്ടീഷന്റെ ബേസിലല്ല, ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്. സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ ആ ഒരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് അയാൾ തന്നെ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. സൈൻഡ് ബൈ ദി മേക്കർ. പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് ആരാണോ അയാളുടെ സൈൻ അതിൽ ഉണ്ടാവണം. ടു പേ എ സർട്ടൈൻ സം ഓഫ് മണി. എന്താണ് പ്രോമിസ് ചെയ്യുന്നത്? പ്രോമിസ് ടു പേ എ സർട്ടൈൻ സം ഓഫ് മണി. ഒരു സർട്ടൈൻ സം ഓഫ് മണി പേ ചെയ്തോളാം എന്നുള്ളൊരു പ്രോമിസ് ആണ്. ടു ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൈൻ പേഴ്സൺ. ആർക്കാണോ ആ എമൗണ്ട് ഓഫ് മണി കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അയാളിലേക്ക് പേ ചെയ്യാനായിട്ടുള്ള പ്രോമിസ് ആണ്. ഓർ ടു ദ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ആരിലാണോ ആ ഒരു ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് അവസാനമായിട്ട്, അപ്പൊ അയാൾക്ക് ഇത്രയും എമൗണ്ട് ഓഫ് മണി പേ ചെയ്തോളാം എന്നുള്ള ഒരു റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയാം. ഓക്കെ, നമുക്കത് ക്ലിയർ ആവാനായിട്ട് ഒരു പിക്ചർ ഫോമിൽ നോക്കാം. നമുക്കിവിടെ ഒരു ബയറും ഒരു സെല്ലറും കൂടിയുള്ള ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബയറും ഉണ്ട്, ഒരു സെല്ലറും ഉണ്ട്. അപ്പൊ നമുക്കൊരു സൈഡിൽ ബയറിന് കൊടുത്തു, ഒരു സൈഡിൽ സെല്ലറിന് കൊടുത്തു. ഇനി സെല്ലറുടെ കയ്യിൽ എപ്പോഴും സെല്ലർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തായിരിക്കും? സെല്ലർ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഗുഡ്സ് ആണ്, അല്ലെ? സെല്ലർ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഗുഡ്സും അതേസമയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഗുഡ്സും തിരിച്ച് ബയർ സെല്ലർക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ക്യാഷുമാണ്, അല്ലെ? സാധാരണ ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് ബയറിലേക്ക് പോകും. ബയർ തിരിച്ച് എത്രയാണോ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ക്യാഷ് എങ്കിൽ ആ ക്യാഷ് സെല്ലർക്ക് കൊടുക്കും. അതാണ് ട്രേഡ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡ് ട്രാൻസാക്ഷനിൽ എന്താണ് പ്രോമിസറി നോട്ടിന്റെ റോൾ, അല്ലെ? പ്രോമിസറി നോട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോമിസറി നോട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ സെല്ലർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗുഡ്സ് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സെല്ലർ ഗുഡ്സ് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു. തിരിച്ച് ബയറുടെ കയ്യിൽ അപ്പോൾ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ക്യാഷിനൊരു ഡെഫിഷ്യൻസി ഉണ്ട്, ക്യാഷ് അയാളുടെ കയ്യിലില്ല. ഉടനടി ഗുഡ്സ് തന്ന ഉടനടി തന്നെ തിരിച്ച് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താനായിട്ടുള്ള ക്യാഷ് ബയറുടെ കയ്യിൽ ഇല്ലെങ്കിൽ ബയർക്ക് എന്ത് ചെയ്യാം? ബയർ ഒരു പ്രോമിസ് ടു പേ ആർക്ക് കൊടുക്കുന്നു? സെല്ലർക്ക് കൊടുക്കുന്നു. പ്രോമിസ് ടു പേ എന്ന് പറയുന്നത് ഞാൻ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇത്ര എമൗണ്ട് ഓഫ് മണി തന്നുകൊള്ളാം. ചിലപ്പോൾ ഒരു 2 months കഴിഞ്ഞിട്ടായിരിക്കും, 1 month കഴിഞ്ഞിട്ടായിരിക്കും, 3 months കഴിഞ്ഞിട്ടായിരിക്കും. എന്താണോ ആ പ്രോമിസിൽ എഴുതുന്നത്, നമ്മൾ പറഞ്ഞു റിട്ടൺ ആണെന്ന് പറഞ്ഞു. ആ റിട്ടൺ ഫോർമാറ്റിൽ ഇന്ന ആൾക്ക്, ഏതാൾക്കാണോ തരുന്നത്, ഏതാൾക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ന ആൾക്ക് ഇത്ര എമൗണ്ട് ഇന്ന ഡേറ്റിൽ കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു പ്രോമിസ് ആര് ഹാൻഡ് ഓവർ ചെയ്യുന്നു? ബയർ സെല്ലർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതിനെയാണ് പ്രോമിസ് ടു പേ എന്ന് പറയാം. ഇനി അതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്കിവിടെ ബയറും സെല്ലറും ഉണ്ട്. ഈ ബയറിനെ ഏതൊക്കെ പേരിൽ ബയർ അറിയപ്പെടുന്നുണ്ട്, സെല്ലർ ഏതൊക്കെ പേരിൽ അറിയപ്പെടും? ഏറ്റവും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരുകൾ മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, ബയർ അറിയപ്പെടുന്ന പേരാണ് ഡെപ്റ്റർ. ബയറാണ് ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും?
ഡെപ്റ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരു ബാധ്യത അയാൾക്കുണ്ട്. എന്താണ് ഡെപ്റ്ററുടെ ഡെപ്റ്റ്? എന്താണ്? ഇത്ര എമൗണ്ട് ഓഫ് മണി ഇന്ന ഡേറ്റിൽ കൊടുക്കണം എന്നുള്ളൊരു ഡെപ്റ്റ് അയാൾക്ക് കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് ബയറിനെ എന്തെന്ന് വിളിക്കാം? ഡെപ്റ്റർ. അപ്പൊ ബയർ എന്നുള്ളത് ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഗുഡ്സ് റിസീവ് ചെയ്ത് ഈ പ്രോമിസ് ടു പേ മേക്ക് ചെയ്ത ആളാണ്. പ്രോമിസ് ടു പേ അയാൾക്ക് പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ ഇന്ന ഡേറ്റിൽ തന്നോളാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഡെപ്റ്ററാണ്. അയാൾ ആ എമൗണ്ട് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ, ആ 3 months ആണെങ്കിൽ ആ ഒരു പീരീഡ് വരെ നേരത്തെ നമ്മുടെ സെല്ലറുടെ ഒരു ഡെപ്റ്ററാണ് ആര്? ബയർ. അപ്പൊ അതുകൊണ്ട് ബയറിന് എന്തൊക്കെ പേരുകളുണ്ട്? ബയർ, ഡെപ്റ്റർ, അതുപോലെ തന്നെ ഡ്രോവർ. ഡ്രോവർ എന്ന് പറയാൻ കാരണം ആരാണിത് ഡ്രോ ചെയ്യുന്നത്? ആരാണിത് മേക്ക് ചെയ്തത്? ആരാണ്? ഈ ബയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡ്രോവർ, മേക്കർ, ഈ 4 പേരിലും അറിയപ്പെടുന്നത് ബയർ തന്നെയാണ്. ഇത് കോമൺ ആയിട്ടുള്ള നെയിംസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തു വെക്കാം. ഇനി അപ്പൊ നമുക്ക് പല സിറ്റുവേഷനിലും പല പല ടേംസ് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് പറയുന്നത് സെല്ലറാണ്. സെല്ലർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേരുകൾ ക്രെഡിറ്റർ, അതുപോലെ തന്നെ ഡ്രോയി. കൂടുതലായിട്ട് നമ്മൾ കേൾക്കുക ഡ്രോയി, ക്രെഡിറ്റർ എന്നൊക്കെ ആയിരിക്കും. സെല്ലറാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് എളുപ്പത്തിനാണ് സെല്ലർ എന്നും കൂടെ കൊടുത്തു. സെല്ലർ, ക്രെഡിറ്റർ, ഡ്രോയി. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ക്രെഡിറ്റർ എന്ന് പറയാൻ കാരണം? അയാൾക്കാണ് ക്രെഡിറ്റ് ആയിട്ട് വരേണ്ടത് എമൗണ്ട്. ഓക്കെ. ഡ്രോയി എന്ന് പറയുമ്പോൾ അയാളിലേക്കാണ് അവസാനം ആ പ്രോമിസ് ടു പേ ആയിട്ട് എമൗണ്ട് വരേണ്ടതായിട്ടുള്ള എമൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളവിടെ സെല്ലർ, ക്രെഡിറ്റർ, ഡ്രോയി എന്നുള്ള പേരുകളിൽ പ്രോമിസ് ടു പേയിൽ നമുക്ക് സെല്ലർ അറിയപ്പെടുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അപ്പോൾ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യുക, ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, തിരിച്ച് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ക്യാഷിന് പകരമുള്ള ഒരു റിട്ടേൺ എഗ്രിമെന്റ്, ദാറ്റ് ഈസ് പ്രോമിസ് ടു പേ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സിൽ എസെൻഷ്യൽസ് ഓഫ് പ്രോമിസറി നോട്ട്, എന്തൊക്കെയാണ് ഒരു പ്രോമിസറി നോട്ടിന് വേണ്ട എസെൻഷ്യൽസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ പ്രോമിസറി നോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഡെഫിനിഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് ആക്കി മാറ്റുകയാണ്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഒരു പ്രോമിസറി നോട്ടിന് വേണ്ടത്? ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഒരു റിട്ടേൺ ഫോർമാറ്റിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ എ പ്രോമിസ് ഓർ അണ്ടർടേക്കിംഗ് ടു പേ, അതിലൊരു പ്രോമിസ് ഉണ്ടാവണം അല്ലെ? പ്രോമിസ് കൊടുക്കാം എന്നുള്ളൊരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടാവണം. ദെൻ ദ പ്രോമിസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. പ്രോമിസ് ടു പേ അൺകണ്ടീഷണൽ ആയിരിക്കും. അൺകണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷന്റെ ബേസിലായിരിക്കില്ല പ്രോമിസ് കൊടുക്കുക. ഇപ്പോൾ പറയാണ്, ഞാൻ ഒരു കറക്റ്റ് ഡേറ്റോ മന്തോ ഒന്നും പറയാതെ പറയാണ്, വേറൊരാളുടെ എൻ്റെ മകളുടെ മാരേജ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു 7 days കഴിയുമ്പോൾ ഞാൻ ഈ പണം തന്നോളാം. ദാറ്റ് ഈസ് കണ്ടീഷൻ. മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞ് ഒരു 1 month കഴിയുമ്പോൾ ഞാൻ ക്യാഷ് തന്നോളാം, അതും കണ്ടീഷനാണ്. പക്ഷെ പ്രോമിസ് ടു പേയിൽ എന്തില്ല? കണ്ടീഷൻ ബേസ്ഡ് അല്ല. പ്രോമിസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഓക്കെ. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ആര് സൈൻ ചെയ്തിരിക്കണം? മേക്കർ സൈൻ ചെയ്യണം. ഇവിടെ ആരാണ് മേക്കർ? മേക്ക് ചെയ്യുന്ന ആരാണ്? പ്രോമിസ് ടു പേ ബയർ ആണ്. ഓക്കെ. ഇറ്റ് ഈസ് സൈൻഡ് ബൈ ദ മേക്കർ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ബയറിന്റെ അവിടെ മേക്കർ നമ്മൾ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയി നമുക്ക് ബയറാണോ സെല്ലറാണോ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. കൃത്യമായിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചാലാണ് നമുക്കറിയാം. സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഒരു ലീഗൽ പവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്റ്റാമ്പ്, ഒരു ട്രാൻസാക്ഷന് കുറച്ചും കൂടി ഒരു ഓതന്റിസിറ്റി വരാനായിട്ട് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആയിരിക്കും. ദ മേക്കർ മസ്റ്റ് ബി എ സർട്ടൻ പേഴ്സൺ. മേക്കർ ആരാണെന്നുള്ളൊരു വ്യക്തി ആരാണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യണം. ദ പേയി മസ്റ്റ് ബി എ സർട്ടൻ പേഴ്സൺ. ആർക്കാണോ എമൗണ്ട് കൊടുക്കുന്നത് ആ വ്യക്തിയെ കുറിച്ചും കൃത്യമായിട്ട് പറയണം. പേയി എന്ന് പറയുന്നത് നമ്മളിവിടെ സെല്ലറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേയി എന്നുള്ളത് സർട്ടൻ പേഴ്സൺ ആയിരിക്കണം. സം പേയബിൾ മസ്റ്റ് ബി സർട്ടൻ. എത്ര എമൗണ്ട് ഓഫ് മണിയാണ്, ഇപ്പോൾ ഒരു 50,000 ആണോ 1 lakh ആണോ എന്നുള്ള എമൗണ്ട് ഓഫ് മണിയും അവിടെ സർട്ടൻ ആയിരിക്കണം. ദ എമൗണ്ട് പേയബിൾ മസ്റ്റ് ബി ഇൻ ലീഗൽ ടെൻഡർ മണി ഓഫ് ഇന്ത്യ. അപ്പൊ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് മണി ആയിട്ടാണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നത്. Then components of promissory note. First one, principal amount. It is the amount which is given by the payee and borrowed by the maker of the note. അപ്പോൾ അതിൽ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ എന്നുള്ള എമൗണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം.
Then interest rate, the percentage rate that is multiplied by the principal amount and the period of promissory note in computing for the interest. എത്ര ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ആ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾക്ക് ലെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് ഇനി കിട്ടാനുള്ള എമൗണ്ടിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. Then maturity date or due date, the date on which final payment is to be done by the maker of the promissory note. എത്രയാണ് കൊടുക്കേണ്ട അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ മെച്യൂരിറ്റി ആവേണ്ടത്, ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ടും അതിൽ ഫൈനൽ പേയ്മെൻറ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്, ആ ഡേറ്റ് കൃത്യമായിട്ട് മേക്കർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ പ്ലേസ് ഓഫ് ഇഷ്യൂ, എവിടെ നിന്നാണോ ഈ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ള പ്ലേസ് അതിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ കമ്പോണൻസ്, ഫസ്റ്റ് വൺ അതിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഉണ്ടാകണം, എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്, ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ ചിലപ്പോൾ ഒരു 6 monthsലേക്കോ ഒക്കെ ഡിലേ വന്നിട്ടായിരിക്കാം പ്രോമിസറി നോട്ട് ക്യാഷ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അതിൽ മെൻഷൻ ചെയ്യണം. ദെൻ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം, ഡേറ്റ് എന്നാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദെൻ അതിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന പ്ലേസ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രോമിസറി നോട്ടാണ്. ടൈപ്സിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോമിസറി നോട്ട്. This type is used to record a personal loan made between two parties. ഒരു പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്കതിന് പേഴ്സണൽ പ്രോമിസറി നോട്ട് എന്ന് പറയാം. പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഒരു വ്യക്തി രണ്ട് പാർട്ടീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്കതിന് പേഴ്സണൽ പ്രോമിസറി നോട്ട് എന്ന് പറയാം, ഒരു ട്രേഡ് പർപ്പസിന് അല്ലെങ്കിൽ. Then commercial promissory note. Promissory note is typically required with the commercial lenders. Commercial promissory notes are often more strict than personal notes. ഇനി ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി രണ്ടുപേര് തമ്മിലുള്ള ഒരു ട്രേഡ് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്രോമിസറി നോട്ട് ആണെങ്കിൽ നമുക്കതിന് കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട് എന്ന് പറയാം. ഇത് കുറച്ചും കൂടെ പേഴ്സണൽ പ്രോമിസറി നോട്ടിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. Then real estate promissory note. A real estate promissory note is similar to commercial promissory note. Real estate promissory note ഇതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ കേസിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ ഒരാൾ വേറൊരാൾക്ക് ഒരു പ്രോപ്പർട്ടി കൊടുത്തു, ഇന്ന സമയമാകുമ്പോൾ ക്യാഷ് കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ, ആ ഒരു പ്രോമിസ് ആണെങ്കിൽ നമുക്കതിനെ റിയൽ എസ്റ്റേറ്റ് പ്രോമിസറി നോട്ട് എന്ന് പറയാം. ഇത് ഏകദേശം സെയിം ആണ് കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ടുമായിട്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോമിസറി നോട്ട്. An investment promissory note is used in a business transaction. Business transactionൽ യൂസ് ചെയ്യുന്നതാണ് investment promissory note. Investment promissory notes are exchanged to raise capital for the business. ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന പ്രോമിസറി നോട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോമിസറി നോട്ട്. ഇപ്പോൾ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരാൾ കുറച്ച് ക്യാഷ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ആ ബിസിനസ്സിലേക്ക് ഇടുകയാണ്. തിരിച്ച് അയാൾക്ക് ആ ക്യാഷിന്റെ ഒരു എമൗണ്ട് എത്രയാണോ അയാൾ തന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്ന വർക്കിംഗ് ക്യാപിറ്റൽ, അതും അതിനോടൊപ്പം ഒരു ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഇന്ന സമയത്ത് ഇപ്പോൾ ഒരു 1 yearന് ശേഷം തരാമെന്നൊക്കെ നമ്മളൊരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോമിസറി നോട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പാർട്ടീസ് ആണ് പറയുന്നത്. പാർട്ടീസിൽ 2 പാർട്ടീസാണുള്ളത്, ഒന്ന് മേക്കറും അതുപോലെ തന്നെ പേയും. മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയർ എന്ന് പറയാം. ഡ്രോയറും ഡ്രോയിയാണ് നമ്മുടെ 2 പാർട്ടീസ്. ഡ്രോയർ ആരാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഡ്രോയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോമിസറി തന്നെയാണ്. പ്രോമിസർ ഇവിടെ ബയറാണ്. അത്രയും മനസ്സിലാക്കി വെക്കുക. മേക്കർ ഓർ ഡ്രോയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോമിസർ അല്ലെങ്കിൽ ബയറാണ്. ബയറാണ് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് കൊടുത്തോളാം, സെല്ലർക്ക് കൊടുത്തോളാം, ഡ്രോയ്ക്ക് കൊടുത്തോളാം എന്നുള്ള എഗ്രിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് കൊടുക്കുന്നത്. ദെൻ പേയ് ഓർ ഡ്രോയ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലറാണ്. സെല്ലർക്കാണ് ഈ പ്രോമിസറി നോട്ടിന്റെ ക്യാഷ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടാനുള്ള ആളാണ് പേയ് അല്ലെങ്കിൽ ഡ്രോയ്. ഓക്കെ, താങ്ക് യു.